നമസ്കാരം. സനാതനധർമ്മം എങ്ങനെയാണ് ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗമാകുന്നത്? സനാതനധർമ്മം ഭാരതത്തിൻ്റെ സംസ്കാരമാണ്, ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരമാണ്, ഋഷി പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും അദ്വൈത സിദ്ധാന്തവും ഒക്കെ ഉൾപ്പെടുന്ന വലിയ വിജ്ഞാന ശാഖയാണ്. മാത്രമല്ല, ഈ സനാതനധർമ്മത്തെ അറിയാനും പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ആ സനാതനധർമ്മത്തിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മത്തെ പിന്തുണച്ചിരുന്നയാളാണ്. ഗുരുദേവൻ സനാതനധർമ്മത്തിലെ സാങ്കത്യം തിരഞ്ഞിരുന്നയാളാണ്, അത് പ്രചരിപ്പിച്ചിരുന്നയാളാണ്. സനാതനധർമ്മത്തെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം പലരും. മറ്റു മതങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ദുരുപയോഗമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ സനാതനധർമ്മത്തിലും പൗരോഹിത്യത്തിൻ്റെയും ജാതീയമായ ഉച്ചനീചത്വത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളും ദുരുപയോഗവും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ എതിർക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ ദുരുപയോഗത്തെ എതിർക്കുന്നതിന് പകരം സനാതനധർമ്മത്തെ ഒന്നാകെ അടച്ചധിക്ഷേപിക്കുന്നത് തെറ്റാണ്. അത് സംഘപരിവാറിൻ്റെ തൊഴുത്തിലേക്ക് എല്ലാ ഹിന്ദുക്കളെയും കൊണ്ടുപോയി കെട്ടുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് മഹാ അബദ്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. പറയുന്നത് മറ്റാരുമല്ല, വി ഡി സതീശനാണ്. പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം മുമ്പ് വാർത്താലേഖകരോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. പറഞ്ഞത് വി ഡി സതീശനാണ് എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും ശരിയാണ്, വസ്തുതാപരമാണ്, യോജിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഇന്നലെ ശിവഗിരിയുടെ വേദിയിൽ കയറി ചെന്ന് മുഖ്യമന്ത്രി വിളമ്പിയ മണ്ടത്തരത്തിന് കൃത്യമായ മറുപടിയുമാണ്. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും നല്ലത് എന്ന് തന്നെ പറയണമല്ലോ. എന്തായാലും വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. കുറിയിട്ടവരെല്ലാം RSSകാരല്ല, കാവി ഉടുത്തവരെല്ലാം RSSകാരല്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സനാതനധർമ്മത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ ഈ സമൂഹത്തിൽ നിന്നും വേർപെടുത്താനായി ആരോ ഉണ്ടാക്കി വെച്ച ടൂൾ കിറ്റുകൾ, ആരോ എഴുതി കൊടുത്ത വാചകങ്ങൾ, ശിവഗിരി പോലുള്ള മഹത്തായ ഒരു വേദിയിൽ കയറി നിന്ന് ഇങ്ങനെ വാദിക്കുമ്പോൾ ഈ മേഖലയിൽ എന്തെങ്കിലും പ്രാഥമികമായ ജ്ഞാനമുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്തിക്കേണ്ടതായിരുന്നു. എന്തായാലും വി ഡി സതീശൻ്റെ മറുപടി അത്യുഗ്രൻ എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.